ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ എന്താണോ കൃഷി ഇറക്കിയത്, മുള്ളു ചെടിയാണോ, മുള്ളേ കിട്ടുള്ളൂ. മധുരമുള്ള പഴങ്ങളുടെ മരങ്ങളാണോ നട്ടത്, എങ്കിൽ പഴങ്ങളാണ് കിട്ടുക. ഇവിടെ ഏതൊരു കൃഷിയാണോ ഇറക്കിയത്, ആ കൃഷിക്കുള്ള വിളവെടുപ്പാണ് നാളെ പരലോകത്ത് ലഭിക്കുന്നത്. ഇവിടെ നട്ടതൊക്കെയും മുളക്കും. ഈ ദുനിയാവിലെ, ഈ ലോകത്തെ നമ്മുടെ കൃഷിയെക്കുറിച്ചല്ല, ഇതൊരു ഉപമയായിട്ട് പറയുന്നതാണ്. ഇവിടെ കൃഷി ഇറക്കിയാൽ, വിത്തെറിഞ്ഞാൽ ഒരു പക്ഷേ അത് വളരാതെ നഷ്ടമായി പോയേക്കാം. അല്ലെങ്കിൽ വളർന്നാൽ വിളവെടുപ്പ് നാളിൽ ഫലങ്ങൾ തരാത്ത അവസ്ഥ ഉണ്ടായേക്കാം. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ എന്നാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഈ ലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അതുകൊണ്ട് തന്നെ പാരത്രിക കൃഷിക്ക് വേണ്ടി ഏതൊരു വിത്തെറിഞ്ഞാലും അത് മുളക്കും. ഏതൊരു കൃഷിയും വളരും. അതിന്റെ കായ്ക്കനികൾ ഉറപ്പായിട്ടും നാളെ യൗമുദ്ദീൻ എന്ന ദിവസത്തിൽ അള്ളാഹു നമുക്ക് അനുഭവിക്കാൻ, അത് കയ്പാണെങ്കിലും മധുരമാണെങ്കിലും അത് അനുഭവിക്കാനുള്ള അവസരം അള്ളാഹു സൃഷ്ടിക്കും. ഒന്നും മിസ്സാകൂല, ഒന്നും. ഇവിടത്തെ നമ്മുടെ വാക്കും നോക്കും അടക്കവും മനക്കവും ഒക്കെ പരലോകത്തേക്കുള്ള കൃഷിയാണ്. അത് അണുത്തൂക്കമുള്ളത് പോലും ഒഴിവാക്കൂല എന്നാണ് ഖുർആൻ പറഞ്ഞത്, അല്ലെ? അണുത്തൂക്കം. فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. ആരെങ്കിലും അണുത്തൂക്കം നന്മ ചെയ്താൽ, അണുത്തൂക്കം യറഹു, അതവന് കാണും, അതവൻ കാണും. അതിന്റെ ഗുണഫലം അവൻ അനുഭവിക്കാനാകും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ, അണുത്തൂക്കം തിന്മ ചെയ്താൽ യറ, അതിന്റെ പ്രത്യാഘാതവും അവൻ കാണും. ഒന്നും ഒഴിവാകൂല. എന്നാൽ ഈ ആയത്ത് ഓതുമ്പോ, ഫാത്തിഹ നാം തുടങ്ങിയിട്ട് ഈ ആയത്ത് വരെ അള്ളാഹുവിന്റെ കരുണയുള്ള ഒരു മുഖമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞതും നിങ്ങൾ കേട്ട് ആസ്വദിച്ചതും, അല്ലേ? അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിന്റെ, ദയയുടെ, കൃപയുടെ ആ അവസ്ഥയാണ് നിങ്ങൾ കേട്ടത്. അതാണ് പറഞ്ഞതും ഫാത്തിഹയിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. പറഞ്ഞതൊക്കെയും കരുണയാണ്, പറഞ്ഞതൊക്കെയും കാരുണ്യവും കൃപയുമാണ്. റബ്ബിന്റെ പരിപാലനമാണ്, അവന്റെ കെയറിംഗ് ആണ്, അവന്റെ തലോടലാണ്, അവന്റെ വളർത്തലാണ്, തകർക്കലല്ല. അതാണ് ഇത്രയും സമയം നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞത്. ഈ ആയത്തിലൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പോൾ നാം പറയുന്നത് മാലികി യൗമിദ്ദീൻ, അവൻ വിചാരണ നാളിന്റെ ഉടമസ്ഥൻ, അവൻ മാത്രമാണ് അന്ന് അധികാരി. ഒരാൾക്കും അന്ന് യാതൊരു ആധിപത്യവും അധികാരവും ഉണ്ടാവുകയില്ല. അവൻ അന്നത്തെ ഉടമാധികാരിയാണ് എന്ന് കേൾക്കുമ്പോ തെറ്റിദ്ധരിക്കണ്ട. ഇതെന്താ ഇത്ര സമയം റഹ്മത്തും റഅഫത്തും കരുണിയും തർബിയത്തും ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാന്റെ ക്രൂരതയുടെ മുഖാണോ കാണുന്നത്? അള്ളാഹുവിന്റെ ഗാംഭീര്യത്തിന്റെ, അവന്റെ ജലാലിയത്തിന്റെ, അവന്റെ കിബിരിയായിന്റെ, അവന്റെ മേൽക്കോയ്മയുടെ, അവന്റെ അധികാരാധിപത്യത്തിന്റെ മുഖം ഈ ആയത്തിൽ കിടപ്പുണ്ട് തീർച്ച. പക്ഷേ മാലിക് യൗമിദ്ദീൻ,
പരലോകത്തിന്റെ ഉടമസ്ഥൻ, വിചാരണയുടെ ഉടമസ്ഥൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്നൊക്കെ ഓതുമ്പോ തെറ്റിദ്ധരിക്കണ്ട, അള്ളാഹു ഒരു ക്രൂരനായിട്ട് വരികയാണ് ഈ ആയത്തിൽ എന്ന് അങ്ങനെ കരുതണ്ട. എന്തുകൊണ്ട് ഫാത്തിഹ പഠിക്കുമ്പോ മനസ്സിലാവും അങ്ങനെ അല്ലാന്ന്. കാരണം അർ-റഹ്മാനിർ റഹീം എന്നതിൽ നിന്നാണ് ഇങ്ങോട്ടിറങ്ങിയത്. ഓരോ ആയത്തും ബന്ധിതമാണ്. അതിനു മുമ്പ് പറഞ്ഞതിൽ നിന്നാണ് ഈ ആയത്തിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അതിന്ന് മനസ്സിലാക്കാം, മാലിക് യൗമിദ്ദീനായി നിലകൊള്ളുന്ന റബ്ബ്, ആർക്കും ഒന്നും ഉരിയാടാൻ പോലും പറ്റാത്ത അന്ത്യനാളിൽ ഒരക്ഷരവും മിണ്ടാൻ പെർമിഷൻ കിട്ടാതെ സാധിക്കാത്ത ആ ദിനത്തില് എല്ലാവരും തന്റെ നഫ്സ് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ദിവസത്തില് അന്ന് മാലിക് യൗമിദ്ദീനായ റബ്ബ് ഇടപെടുന്നത് അവന്റെ കരുണയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. മാലിക് യൗമിദ്ദീനായി അന്നത്തെ രാജാവും ഉടമാധികാരിയായും അല്ല എങ്ങനെ വരിക? അവൻ റഹ്മാനു റഹീമായിട്ട് തന്നെ വരിക. അവൻ റബ്ബുൽ ആലമീനായിട്ട് തന്നെ വരിക. സർവ്വലോകങ്ങളെയും പരിപാലിക്കുകയുള്ളൂ. പരലോകം അതിന് പെടുമല്ലോ. കാരണം എന്താ? വമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്. നബിയെ, അങ്ങ് മനുഷ്യരോടൊക്കെയും പറഞ്ഞു കൊടുക്കണം, അങ്ങയുടെ നാഥൻ ഒരടിമയോടും, ഒരു മുസ്ലിമിനോട് നല്ല, ഒരു മുഅ്മിനിനോട് നല്ല, ഒരു ഭക്തനോട് നല്ല. വമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്. അങ്ങയുടെ നാഥനായ റബ്ബ് അല്ലാഹ് ഒരടിമയോടും അക്രമം പ്രവർത്തിക്കുകയേ ഇല്ല. അനീതി ഒട്ടും അല്ലാഹ് റബ്ബ് കാണിക്കൂല. ഒരക്രമത്തിന്റെ കണിക പോലും, ഒരു അനീതി പോലും ഒന്നും അള്ളാഹുവിൽ നിന്നുണ്ടാവില്ല. അപ്പൊ മാലിക് യൗമിദ്ദീൻ നമ്മൾ ഓതുമ്പോ പരലോകത്തിന്റെ ഉടമസ്ഥൻ, വിചാരണ നാളിന്റെ പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് ഓതുമ്പോ അവന്റെ കരുണയാണ് ആ ആയത്തിലും നാം മനസ്സിൽ കാണേണ്ടത്. അല്ലാഹു ഉപദ്രവിക്കൂല, ഒരടിമയോടും അള്ളാഹു അനീതി കാണിക്കൂല. നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്പഷ്ടമാകും, കൃത്യമാകും. ഞാൻ പറഞ്ഞല്ലോ, ഒരു അണ്ണു മാറ്റം ഉണ്ടാവില്ല. അവിടെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. തിന്മകൾ രേഖപ്പെടുത്തി വെച്ച കുറ്റപത്രത്തിൽ ഒട്ടും അധികരിപ്പിക്കുന്ന പ്രശ്നമില്ല. കുറ്റം ചെയ്തത് ആ കുറ്റത്തിന്റെ അളവിൽ മാത്രമേ അന്നുണ്ടാവുള്ളൂ, ഒരല്പം പോലും കൂടുതൽ ഉണ്ടാവില്ല. എന്നാൽ നന്മകളുടെ ഫയലില്, സുഹൃതങ്ങളുടെ കിതാബില്, രേഖയില്, സൽക്കർമ്മങ്ങളുടെ ഭാഗത്ത് ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ കാണാനാകും. മാലിക് യൗമിദ്ദീനെ പരിചയപ്പെടുകയാണ്. അന്ന് ആ അധികാരി നമ്മളോട് ഇടപെടുന്ന ഇടപെടല്, നമ്മുടെ കാര്യത്തിൽ തീരുമാനിക്കുന്ന തീരുമാനം, അതാണ് പഠിക്കുന്നത്. കുറ്റങ്ങൾ ഒരിഞ്ച് പോലും, ഒരണുത്തൂക്കം പോലും വർദ്ധിപ്പിക്കുകയില്ല. അതാ കണക്കിൽ തന്നെയാണ് ഉണ്ടാവുക. പലപ്പോഴും ആ കുറ്റങ്ങൾ, ചെയ്ത കുറ്റങ്ങൾ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്നാൽ നന്മകളുടെ രേഖയില് ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ കാണാം, ഒരുപാട് വർദ്ധിപ്പിച്ചതായി കാണാം, ഒരുപാട് താൻ ചെയ്യാത്ത കർമ്മങ്ങൾ അധികരിപ്പിച്ചതായി കാണാം. ഇതെന്തുകൊണ്ടാ? ഒരു ഹദീസ് ഇങ്ങനെയുണ്ട്, ഇവിടെ ശ്രദ്ധിച്ചോ. എന്താണ്? ഒരടിമ യൗമുദ്ദീനിൽ അള്ളാന്റെ മുന്നിലെത്തുകയാണ്, മാലിക്കിന്റെ മുന്നിലെത്തുകയാണ്. യൗമുദ്ദീൻ എന്ന ദിവസത്തില് അന്നത്തെ മാലിക്കായ അള്ളാന്റെ മുന്നിലെത്തുകയാണ്. അവന്റെ കൈകളിൽ, വലത് കൈയിൽ അവന്റെ കിതാബ് കൊടുക്കുകയാണ്, ജീവിത രേഖ. അവൻ ജീവിതത്തിൽ ചെയ്ത സകലമാന കർമ്മങ്ങളും രേഖപ്പെടുത്തി വെക്കപ്പെട്ട രേഖ വലത് കയ്യിൽ കൊടുക്കുകയാണ്, വായിക്കാൻ പറയാൻ. ആ മുഅ്മിനായ ദാസൻ വായിക്കുമ്പോൾ കാണുന്നു, പതിറ്റാണ്ടുകൾ വിജ്ഞാനം നുകർന്നു, ദീന് പഠിച്ചു, പിന്നെ പതിറ്റാണ്ടുകൾ ദീന് പഠിപ്പിച്ചു, നൂറുകണക്കിന് ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുണ്ട്.
ഇയാളാണെങ്കിൽ വെറൊരു കച്ചവടക്കാരനാണ്. എന്നിട്ട് തന്റെ കിതാബിൽ വായിക്കാണ്, പതിറ്റാണ്ടുകൾ ഇൽമു പഠിച്ചു, പിന്നെ പതിറ്റാണ്ടുകൾ ആ ഇൽമു പഠിപ്പിച്ചു, പ്രചരിപ്പിച്ചു, നൂറുകണക്കിന് ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നന്മകളുടെ കൂട്ടത്തിൽ വായിക്കുമ്പോൾ യാ റബ്ബി മാമിൽതുഹാ, അല്ലാഹുവേ ഇതെങ്ങനെയാണ് എന്റെ കർമ്മരേഖയിൽ വന്നിരിക്കുന്നത്? ഞാൻ അത്ര കൊല്ലൊന്നും പഠിക്കാൻ പോയിട്ടില്ലല്ലോ, ഞാൻ ദീന് പഠിപ്പിക്കാൻ മെനക്കെട്ടിട്ടെന്നല്ലോ, എനിക്കൊരു 4 ശിഷ്യന്മാർ പോലും ഇല്ലല്ലോ, എന്റെ ജോലി വാഹന കച്ചവടമായിരുന്നു തമ്പുരാനെ. അങ്ങനത്തെ എന്റെ കർമ്മരേഖയിൽ ഇതെങ്ങനെ കടന്നു വന്നു? തെറ്റിപ്പോയോ അല്ലാ? മലക്കുകൾക്ക് ചെറിയ ഫാൾട്ട് പറ്റിപ്പോയോ അല്ലാ? ഇതെങ്ങനെ? ഞാൻ ചെയ്തിട്ടില്ലത്, പിന്നെ എങ്ങനെയത് എന്റെ കർമ്മ പുസ്തകത്തിൽ വരുന്നത്? മലക്കുകൾക്ക് തെറ്റാൻ വഴിയില്ലല്ലോ, തെറ്റിയോ? ജല്ല ജലാലായ അല്ലാഹു മറുപടി പറയും, ഇല്ല മോനെ, ആർക്കും തെറ്റിയതല്ല മോനെ, നീ എന്റെ ഇഷ്ടദാസന്മാരായ യഥാർത്ഥ ആലിമീങ്ങൾ, എന്നെ അറിഞ്ഞ് ജീവിച്ചവർ, എന്റെ ദീന് പഠിച്ചറിഞ്ഞ് പ്രയോഗവൽക്കരിച്ച എന്റെ ഇഷ്ടദാസന്മാരായ നല്ല മനുഷ്യർ, സജ്ജനങ്ങൾ, അവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ സഹവസിക്കുകയും അവരുടെ കൂട്ടത്തിൽ ഒരു മെമ്പറാകുകയും ചെയ്തതിനാൽ അവരുടെ പ്രതിഫലത്തിന്റെ തത്തുല്യമായത്, സമാനമായത് നിന്റെ നന്മയിലും അവരുടേത് കുറക്കാതെ തന്നെ ഞാൻ രേഖപ്പെടുത്തി വെച്ചതാണ്. മനസ്സിലായില്ല? നീ ഇൽമൊന്നും പഠിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല, നീ ഇൽമ ദർസ് എടുത്താനും പോയിട്ടില്ല, നീ വയലറിയാനും പോയിട്ടില്ല, നിനക്ക് ശിഷ്യന്മാരുമില്ല. ശരിയാ, എനിക്കറിയാം, തെറ്റിയിട്ടൊന്നും അല്ല. ഇത് തെറ്റിപ്പോയതോ മലക്കുകൾക്ക് പിശക് പറ്റിയതോ ഒന്നുമല്ല. നീ അത്തരം ആളുകളുടെ കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ദുന്യാവില്. അവരെ സ്നേഹിച്ചും അവരിൽ നിന്ന് പരമാവധി വിജ്ഞാനങ്ങൾ നുകർന്നും ആവും വിധം അതനുസരിച്ച് ജീവിച്ചും അങ്ങനെ അവരെ കൂട്ടത്തിലൊരു മെമ്പർ ആയതിനാൽ നിനക്ക് അവരെ കൂടെ സ്വർഗത്ത് പോകണം. നിന്റെ കൂട്ട് ദുന്യാവിൽ ആ ആലിമീങ്ങൾ ആയതിനാൽ അവരെ കൂടെ നിനക്ക് സ്വർഗത്ത് പോകാനുള്ളത്. ചുമ്മാ കയറ്റി വിടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവരെ നന്മയ്ക്ക് തത്തുല്യമായത് നിനക്കും തന്നു. അവരതൊന്നും കുറക്കുന്ന പ്രശ്നമല്ല. ഇപ്പൊ മനസ്സിലായില്ലേ മാലിക് യൗമിദ്ദീൻ ആരാന്ന്? മാലിക് യൗമിദ്ദീൻ അവന്റെ റഹ്മത്തിന്റെ മാനദണ്ഡ പ്രകാരം റഹ്മത്തിന്റെ തണലിലൂടെയാണ് അല്ലാഹു അവന്റെ അധികാരം വന്ന് പ്രയോഗിക്കുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാലിക് യൗമിദ്ദീൻ ക്രൂരത ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരു ദിക്റിന്റെ സദസ്സ് അല്ലെങ്കിൽ ഒരു ഇൽമിന്റെ സദസ്സ്, ഇൽമിന്റെ സദസ്സ് ദിക്റിന്റെയാണ്. ദിക്റിൻ്റെത് വേറൊന്ന്, ഇതൊരു ദിക്റിന്റെ സദസ്സായത് ഇത് അല്ലേ? വെള്ളിയാഴ്ച ഖുതുബ നടക്കുമ്പോ അതൊരു ദിക്റിന്റെ സദസ്സാണ്. ആരെ പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മി യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ. ആ ദിക്ർ ഖുതുബയാണ് എന്ന് എല്ലാ മുഫസ്സിറുകളും രേഖപ്പെടുത്തി. നിങ്ങൾ ഖുതുബ കേൾക്കാൻ വാ. ആ ഖുതുബ പ്രസംഗമാണ്, പ്രഭാഷണമാണല്ലോ അല്ലേ? നസീഹത്താണ് മിനിമം. അത് ദിക്റാണ്. അപ്പൊ ഇത് ദിക്റല്ലേ? ഇതൊരു ദിക്റാണ്. ഇത് ദിക്ർ തന്നെയാണ്, ഉത്ബോധനാണ്. അള്ളാഹനെ ഓർമ്മിപ്പിക്കല്ല ഇവിടെ. നിങ്ങൾ ഓർക്കുന്നു, ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഞാനും ഓർക്കുന്നു, തന്നെ ദിക്റിന്റെ മജ്ലിസ്, അതന്നെ ഇൽമിന്റെ സദസ്സും. ഈ സദസ്സിൽ ഒരാൾ വന്നിരുന്നു, ഫാത്തിഹ പഠിക്കാനാണ് വന്നിരുന്നത്. വന്നിരുന്നപ്പോ ഒരു ക്ഷീണം, അറിയാതെ ഒന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. എല്ലാരും മാലിക് യൗമിദ്ദീന്റെ അർത്ഥതലങ്ങളും അതിലുള്ള അള്ളാന്റെ കരുണയും അള്ളാഹു ആ ദിനത്തിൽ കാണിക്കുന്ന കാരുണ്യൊക്കെ പഠിച്ചപ്പോ ഇയാള് സുഖമായിട്ട് തൂണിൽ ചാരി അങ്ങനെ ഉറങ്ങി. ബോധപൂർവ്വമല്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണ്. പരിപാടി പിരിച്ചു വിട്ടു പോകുമ്പോ ഇത് കേട്ട് പഠിച്ചവരുടെ തത്തുല്യമായ പ്രതിഫലം ഉറങ്ങിയവനും കിട്ടും എന്നിരുതി ഉറങ്ങാൻ ബോധപൂർവ്വ ശ്രമം നടത്തണ്ട. അങ്ങനെയാണോ മൊലിയരെന്നാ? അപ്പൊ കുഴപ്പമില്ലല്ലോ ഉറങ്ങാൻ. ബോധപൂർവ്വ ശ്രമം നടത്തണ്ട. ഇത് കേൾക്കണം, പഠിക്കണം എന്നുള്ള നീയത്തോടെ വന്നിട്ട് യാദൃശികമായിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉറങ്ങിപ്പോയാലും ഈ ശരിക്ക് കേട്ട് പഠിച്ച ആളുകളുടെ തത്തുല്യമായ പ്രതിഫലം അയാൾക്കും കിട്ടും. അതന്നെ ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസ്, സ്വഹീഹായ സനദുള്ള ഹദീസാണ്.
അതില് നിയ്യത്ത് നല്ലതല്ല എന്നാ പറയുന്നത്, എന്നിട്ടും കൊടുക്കുന്നുണ്ട് എന്നാ. ഏത് ഇപ്പൊ ഇവിടെ ഇന്ന് ക്ലാസ്സിന് വന്ന ഒരാൾ എന്തിനാ ക്ലാസ്സിന് വന്നത്? ഫാത്തിഹ പഠിക്കാനൊന്നല്ല. കാരണം ഇതിപ്പോ തുടങ്ങിയിട്ട് 1.5 കൊല്ലം ഇതുവരെ വന്നിട്ടില്ല ആള്. ഇപ്പൊ ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ പറയാന്ന് വിചാരിക്കരുത് കേട്ടോ, അങ്ങനെയൊന്നും അല്ലത്. ഇതിപ്പോ ഒരു ഉദാഹരണത്തിന് പറയാണ്. വേറെ ആവശ്യത്തിന് എന്താണ് അദ്രഹ്മാനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, കുറച്ച് കാശ് മേടിച്ചിട്ട് കഴിഞ്ഞ 1-ാം തീയതി തരാറുണ്ട്, അതുവരെ തന്നിട്ടില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ഞാൻ കേട്ടു ചന്തപ്പള്ളിയിലെ ഖുർആൻ ക്ലാസ്സിന് വരവുണ്ട്, അവിടെ വെച്ച് പിടിക്കാൻ നിർത്തി വന്നതാ. ആര്? ഒരുത്തൻ. അങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതാ. അവനും കൂടെ ഫലം കിട്ടും എന്നാണ് ഈ ഹദീസ് പറയുന്നത്. സ്വഹീഹ് ഹദീസാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർള്. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ പട്ടാളത്തിൽ, സൈന്യത്തിൽ ഒരു വിഭാഗം മലക്കുകളുണ്ട്. സയ്യാഹീന ഫിൽ അർള്, അവർ ഭൂമിയിൽ സഞ്ചാരികളാണ്. ആ മലക്കുകളെ പണി എന്താ? ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക, നിരീക്ഷിക്കുക, ഇങ്ങനെ സഞ്ചരിച്ച് നോക്കുക. എവിടെയെങ്കിലും ഒരു ഇൽമിന്റെ സദസ്സുണ്ടെങ്കിൽ, ഒരു ദിക്റിന്റെ സദസ്സുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, സ്മരിക്കുന്ന ഒരു സദസ്സുണ്ടെങ്കിൽ, ആ സയ്യാഹീനായ മലക്കുകൾ അവിടെ ഹാജരാവുകയും അവിടെ സന്നിഹിതരാവുകയും ചെയ്യും. ഇവിടെ ആ മലക്കുകൾ ഉണ്ടെന്നാണ് നമ്മുടെ പ്രതീക്ഷ. വെറും പ്രതീക്ഷയല്ല, ഉണ്ടെന്നാണ് പ്രമാണം പറഞ്ഞു തരുന്നത്. അത്തരം മലക്കുകൾ, സയ്യാഹീനായ മലക്കുകൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ നടന്നപ്പോ എല്ലാ ഞായറാഴ്ചയും ഖുർആൻ പറയുന്ന ഒരു മജ്ലിസ് ഇവിടെ അവർ വരും. സദസ്സ് പിരിച്ചു വിടുമ്പോൾ അവർ വാനലോകത്തേക്ക് കയറിപ്പോകും. അള്ളാഹുവിന്റെ മുമ്പാകെ അവർ ചെന്നെത്തും. അള്ളാഹുവിന്റെ മുന്നിൽ ഈ മലക്കുകൾ ഈ ഇവിടത്തെ ദിക്റിന്റെ ഇൽമിന്റെ സദസ്സിൽ സന്നിഹിതരായിട്ട് തിരിച്ച് അള്ളാഹുവിന്റെ സവിധത്തിലെത്തിയ ആ മലക്കുകളോട് ഫയഖൂലുല്ലാഹു തആല അയ്യു ശൈഇൻ തറക്തും ഇബാദി യസ്നഊനഹു. നിങ്ങളെ ഞാൻ ഒരു ഡ്യൂട്ടിക്ക് നിയോഗിച്ചതാണല്ലോ. എന്താ ഡ്യൂട്ടി? എവിടെയൊക്കെ എന്നെ കുറിച്ച് പറയുന്നു, എന്നെ ഓർക്കുന്നു, അവിടെ പോയിരിക്കുക, എന്നിട്ട് അവരെ കുറിച്ചുള്ള റിപ്പോർട്ട് തരിക. ഇതാണല്ലോ നിങ്ങളുടെ ഡ്യൂട്ടി. നിങ്ങളിപ്പോ ഒരു സദസ്സ് വിട്ടല്ലേ വരുന്നത്? നിങ്ങൾ എന്റെ അടിമകളെ ഏതു പരുവത്തിൽ ഇട്ടേച്ചാണ് പോകുന്നത്? അവരേതൊരു പരുവത്തിലായിരിക്കെയാണ് നിങ്ങൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ പോരുമ്പോ കണ്ട അവസ്ഥ എന്താണ് അവിടുത്തെ സാഹചര്യം? ഫയഖൂലൂൻ തറക്നാഹും യദ്കുറൂനക വയഹ്മദൂനക വയുസബ്ബിഹൂനക യാ അല്ലാഹ്. ഞങ്ങൾ അവിടുന്ന് പോരുന്നത് വരെ അവരെ പണി എന്തെന്ന് പറയുക? യദ്കുറൂനക, നിന്നെ പറയാ, നിന്നെ ഓർക്കുക. ഒരാൾ നിന്നെ കുറിച്ച് പറയാ, മറ്റുള്ളവർ നിന്നെ കേൾക്കുക. വയഹ്മദൂനക, നിന്നെ സ്തുതിക്കുക. വയുസബ്ബിഹൂനക, നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുക. അങ്ങനെ നീയുമായി ബന്ധപ്പെട്ട ചർച്ചയും സംസാരവും ചിന്തയും ഓർമ്മയും ഇതായിരുന്നു നിന്റെ അടിമകൾക്ക് പണി. ആ അവസ്ഥയിലാണ് ഞങ്ങൾ അവരെ കണ്ടത്. അങ്ങനെ കണ്ടാണ് ഞങ്ങൾ വന്നത്. അള്ളാഹു ചോദിക്കാണ്, വഹൽ റഔനി, എന്നെ പറയാനും എന്നെ ഓർക്കാനും എന്നെ വാഴ്ത്താനും എന്നെ സ്തുതിക്കാനും മാത്രം വഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? മലക്കുകളോട് അള്ളാഹ് ചോദിക്കുകയാണ്. നിങ്ങളിപ്പോ ഒരു ടീമിനെ വിട്ടേച്ച് പോന്നതല്ലേ, അവരെ അവസ്ഥയല്ലേ പറഞ്ഞത്? വഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഫയഖൂലൂൻ, മലക്കുകൾ പറയും, ലാ യാ റബ്ബി, നിന്നെ കണ്ടിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷേ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ഉറച്ച ബോധം അവർക്കുണ്ട്, ഈമാനുണ്ട്. അപ്പോൾ അല്ലാഹു പറയുന്നു, ഫകൈഫ ഇദാ റഔനി, അപ്പൊ അവരെന്നെ കണ്ട എന്തായിരിക്കും മലക്കുകളെ അവസ്ഥ? എന്നെ കാണാതെ ശക്തമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത്. ഇപ്പൊ എത്ര ആളുകൾ നിങ്ങൾ വന്നല്ലോ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ആ റബ്ബിനെ കുറിച്ചൊന്ന് അറിയാം. ആ റബ്ബിൻ പറഞ്ഞെന്ന ഫാത്തിഹ, ഖുർആന്റെ ആമുഖം, പൂമുഖം, ഖുർആന്റെ ഉമ്മ, ഖുർആന്റെ എസൻസ്, ഖുർആന്റെ ബേസ്, അതൊന്ന് പഠിക്കാം. ഇതല്ലേ ലക്ഷ്യം? വേറൊരു ലക്ഷ്യമില്ലല്ലോ അല്ലേ?
ഇങ്ങനെ ലക്ഷ്യം വെച്ച് വന്ന ടീം എന്നെ കണ്ടിട്ടില്ല, എന്നെ കുറിച്ചുള്ള ബോധമുള്ളവരാണ്. എങ്ങാനും അവർ എന്നെ കണ്ടിരുന്നെങ്കിൽ എന്താകും അവസ്ഥ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ ഫയഖൂലൂൻ, മലക്കുകൾ പറയാണ്, പടച്ചോനെ നിന്നെ കണ്ടാൽ അവരുടെ ദിക്റിന്റെ വീര്യവും മൂർച്ചയും കൂടുമായിരുന്നേനെ, അവരുടെ സ്തുതിക്കലിന്റെയും തസ്ബീഹിന്റെയും പവർ ഫുള്ളാകുമായിരുന്നേനെ. ഇത് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഈമാന്റെ പവർ അനുസരിച്ചാണ് ദിക്റൊക്കെ നടക്കുന്നത്. ഇപ്പൊ ഞാനിങ്ങനെയൊക്കെ ഫാത്തിഹ പറയുമ്പോ എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ ഗ്രഹിക്കാനാകുന്നത്. കേൾവി എല്ലാവർക്കും ഒരേ പവറിലാണ്. വോയിസ് അവരുടെ ചെവികളിൽ വന്നടിക്കുന്നതും കേൾക്കുന്നതൊക്കെ ഒരേ വോളിയത്തിലാണെങ്കിലും അകത്തേക്ക് കേറുന്നത് അത് അതിന്റെ അളവിലായിരിക്കും, തൗഫീഖിന്റെ അളവിലായിരിക്കും. പക്ഷെ എന്നെ കണ്ടിരുന്നെങ്കിൽ പടച്ചോനെ പിന്നുള്ള ദിക്ർ ഇവര് പറയാ, മലക്കുകൾ പറയാ, അത് പവർഫുൾ ദിക്റായിരിക്കും. അടുത്ത ചോദ്യം അല്ലാഹു ചോദിക്കുകയാണ്, സുമ്മ യഖൂലു ഫയഖൂലു ലഹും മിൻ അയ്യി ശൈഇൻ യതഅവ്വദൂൻ, അവർ ഏതൊരു കാര്യത്തിൽ നിന്നാണ് കാവൽ തേടി പ്രാർത്ഥിക്കുന്നത്? പടച്ചോനെ കാത്തോളണമേ അല്ലാ, രക്ഷപ്പെടുത്തേണമേ അല്ലാ എന്ന് ഏതൊരു കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുവന്ന ടീം കാവൽ ചോദിക്കുന്നത്? ഫയഖൂലൂൻ, മലക്കുകൾ പറയുന്നു, മിനന്നാർ, അവർ നരകത്തിൽ നിന്നാണ് മൊത്തത്തിൽ കാവൽ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് CAA ആക്റ്റും NRCയും കൊറോണ വൈറസൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ. നമുക്കിപ്പോ നരകോ അള്ളാന്റെ കോപമൊന്നുമല്ലല്ലോ വലിയ പ്രശ്നം. ഈ വക ചില്ലറ ഹലാക്കാണ്, ചില്ലറ ഹലാക്ക്. വലിയ ഹലാക്ക് ഇപ്പൊ നമുക്ക് വിഷയമല്ല. അതൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാണ്, ഒരു സമയമുണ്ടല്ലോ. എവിടെ സമയം, എപ്പോഴത് തട്ടിപ്പോവെന്നറിയോ? അള്ളാഹു ദീർഘായുസ്സും സൽബുദ്ധിയും തരട്ടെ. അപ്പോ അവർ നരകത്തിന്റെ കാര്യത്തിലാണ് നിന്നോട് കാവൽ ചോദിക്കുന്നത്. അള്ളാഹു ചോദിക്കാണ്, ഫയഖൂലു ലഹും, മലക്കുകളോട് വഹൽ റഔഹ, അവരാ നരകം കണ്ടിട്ടുണ്ടോ? കാണാത്തൊരു നരകത്തിൽ നിന്ന് ഇങ്ങനെ കാവൽ ചോദിക്കുകയാണല്ലോ, അവർ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയുന്നില്ല, അവർ നരകം കണ്ടിട്ടില്ല. അള്ളാഹു ചോദിക്ക, ഫകൈഫ ലൗ റഔഹ, നരകം അവർ കണ്ടിരുന്നെങ്കിൽ എന്താകും അവസ്ഥ മലക്കുകളെ? മലക്കുകൾ പറയുന്നു, ലകാനൂ അശദ്ദ ഹരിബം മിൻഹു വഅശദ്ദ നുഫൂറാ, കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓടുന്ന ഓട്ടല്ല നരകം വിട്ട് അവർ ഓടുക. ഇപ്പൊ തന്നെ അവർ നരകം വിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓട്ടത്തിനേക്കാൾ ശക്തമായ ഓട്ടം അവർ ഓടുമായിരുന്നേനെ കണ്ടിരുന്നെങ്കിൽ. ഫയഖൂലുല്ലാ, അല്ലാഹു അടുത്ത ചോദ്യം മലക്കുകളോട്, അയ്യു ശൈഇൻ യത്ലുബൂന, അയ്യു ശൈഇൻ യത്ലുബൂൻ, അവർ ഏത് കാര്യം തേടുന്നത്? അവർക്ക് ആവശ്യം എന്താ? അവർ തേടുന്ന ആവശ്യപ്പെടുന്ന കാര്യം എന്താ? ഫയഖൂലൂൻ, മലക്കുകൾ പറയും, അൽ ജന്ന, സ്വർഗ്ഗാണ് തമ്പുരാനെ. അപ്പൊ അള്ളാഹു ചോദിക്കുക, സ്വർഗം കണ്ടിട്ടുണ്ട് അവര്? മലക്കുകൾ അവർ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കണ്ടിരുന്നെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ താല്പര്യം, ശക്തമായ അതിനോടുള്ള ആകർഷണം അവർക്കുണ്ടാകുമായിരുന്നേനെ റബ്ബേ. ഇത്രയൊക്കെ പറഞ്ഞപ്പോ മലക്കുകളും അള്ളയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ ഹദീസിൽ. ഇത്രയൊക്കെ പറയുകയും മറുപടി മലക്കുകൾ പറയുകയും അള്ളാഹ് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോ അവസാനമായി അള്ളാഹു പറയാണ്, ഫയഖൂലുല്ലാഹു തആല ജല്ല ജലാലു, ജല്ല ജലാലായ അള്ളാഹു പറയാണ്, ഇന്നി ഉശ്ഹിദുകും മലായികതി അന്നി ഖദ് ഗഫർതു ലഹും, മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുകയാണ്. ഞാനൊരു പ്രസ്താവന ഇറക്കാൻ പോവാണ്, ഞാനൊരു തീരുമാനം പറയാൻ പോവാണ്. ആ പ്രസ്താവനയ്ക്ക്, തീരുമാനത്തിന് നിങ്ങളെ സാക്ഷി നിർത്തുകയാണ്. ഉശ്ഹിദുക്കും മലായികത്തി, എന്റെ മലക്കുകളെ, സയ്യാഹീനായ മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കട്ടെ, അന്നീ ഖദ് ഗഫർതു ലഹും. നിങ്ങളിപ്പോ ആ ടീമിനെ കണ്ടല്ലോ. ഏത് ടീമിനെ? അള്ളാഹനെ പറയുന്ന, അള്ളാഹനെ കേൾക്കുന്ന, അള്ളാഹനെ ഓർക്കുന്ന, അള്ളാഹന്റെ ദീന് പറയുന്ന, ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുന്ന സദസ്സ് കണ്ടില്ലേ? അവിടെ വന്നിരിക്കുന്ന സകല എണ്ണത്തിനും ഞാൻ പുറത്തിരിക്കുന്നു മലക്കുകളെ. ചുമ്മാ പറയല്ല, നിങ്ങൾ സാക്ഷി. നിങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ പറയുന്നത്, അന്നീ, തീർച്ചയായിട്ടും ഞാൻ ഖദ് ഗഫർതു ലഹും, മൊത്തത്തിൽ അവർക്കെല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു, എല്ലാവരെയും സ്വർഗത്തിൽ വിടാൻ തീരുമാനിച്ചു. അപ്പൊ മലക്കുകളെ ഇടയെ കയറിയിട്ട് പറയാൻ, പടച്ചോനെ കൊട്ടക്കണക്കിന് പറയല്ലേ, മൊത്തത്തിൽ നീ തീരുമാനം എടുക്കല്ലേ റബ്ബേ. എന്തുകൊണ്ടെന്നാൽ
കാന ഫീഹിം ഫുലാൻ. ആ ഖുർആൻ ക്ലാസ് കേൾക്കാൻ വന്ന കൂട്ടത്തിൽ ഒരു ഫുലാൻ ഉണ്ടായിരുന്നു, ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. ഇന്നമാ ജാഅ ലിഹാജത്തിൻ, ഖുർആൻ ക്ലാസ് പഠിക്കുക, കേൾക്കുക, ഉൾക്കൊള്ളുക എന്ന നിയ്യത്തിന് അപ്പുറത്ത്, എന്ന നിയ്യത്തല്ലാത്ത മറ്റൊരു ലക്ഷ്യവുമായി ഇന്നമാ ജാഅ ലിഹാജത്തിൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് പൈസ തരാനുള്ളവനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പണിയില്ല, ഇന്ന് പണി പോകാ, പ്രത്യേകിച്ച് നീയത്തൊന്നുമില്ല, ഇന്നൊരു പണിയില്ല, കല്യാണവും കളിയാട്ടും ഒന്നുമില്ല, എന്ന് അങ്ങോട്ട് പോകാ, അങ്ങനെ വേറെന്തോ ചിന്താഗതിയിൽ വന്ന ഒരു ചങ്ങാതി ഉണ്ട്. അവനും കൂടി നീ പുറത്തു കൊടുത്താൽ പറ്റൂല, അല്ലാ അവനാള് റോങ് ആണ്. എല്ലാവരും നല്ല ചിന്തയിലൊക്കെ വന്ന്, ചിലർ ക്ഷീണത്താൽ ഉറങ്ങി, ചിലർ ഉറങ്ങാതെ കേട്ടു, ഒക്കെ തിരക്കിടില്ല. ഈ ചങ്ങാതി, ഈ ഫുലാന് ഇന്നമാ ജാഅ ലിഹാജത്തിൻ, വേറൊരു കേസിന് വന്നതാണ്. അപ്പൊ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ഹുമുൽ ഖൗമു, അവരൊരു സംഘാണ്. ആര്? ആ ക്ലാസ് കേൾക്കാൻ വന്നവർ ഒരു സംഘമാണ്, ഒരു ടീമാണ്. ലാ യശ്ഖാ ജലീസുഹും, ആ ടീമിന്റെ കൂടെ ഇരുന്നവൻ പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇവനും ഞാൻ മാപ്പാക്കിയിട്ടുണ്ട്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ആളാ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഉൾക്കൊള്ള ആളാണ്. ഈ ക്ലാസ്സിൽ വന്നപ്പോൾ മറ്റൊരു ലക്ഷ്യം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അവനെ ഞാൻ വെറുതെ ആക്കൂല, അവനെയും ഞാൻ നിരാശപ്പെടുത്തൂല. ലാ യശ്ഖാ ജലീസുഹും, ഈ ഖൗമിന്റെ ജലീസായ കൂടെ ഇരുന്ന ഈ വ്യക്തിയെ ഞാൻ പരാജിതനാക്കുന്ന പ്രശ്നമല്ല, പുറത്തു കൊടുത്ത കൂട്ടത്തിൽ ഞാൻ അവനും മാപ്പാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലെങ്കിലേ സജ്ജനങ്ങളുടെ കൂട്ടുകൂടിയ ആള്, നല്ല ആളുകള്, ടോപ്പ് ആളുകള്, ദീനീ കാര്യത്തില് ഉയർന്ന ആളുകള്, ആ ആളുകളെ ഇഷ്ടപ്പെടുകയും അവരെ കൂട്ടായി മാറുകയും ചെയ്ത ആളുകള്, അവരെ കൂടെ തന്നെ സ്വർഗത്ത് പോകുമെന്ന് ഖുർആനും പറയുന്നു, തിരുസുന്നത്തും പറയുന്നു. മനസ്സിലായില്ല? ഇപ്പൊ ഞാനൊരു പാവം മൊയ്ലിയർ, ഒരു ഖത്തീബ്, നിങ്ങളെ മൂവാറ്റുപുഴയിൽ ഇങ്ങനെ കുറച്ച് ആയത്തും ഹദീസും കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇമാമത്തൊക്കെ നിൽക്കുന്ന ഒരു സാധു, മലപ്പുറത്തുനിന്ന് വണ്ടി വരെ അല്ലേ, പരിമിതമായ അറിവ്, അതിനപ്പുറത്ത് അറിവില്ല. ഞാനൊരു നല്ല ആരിഫ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വലിമാരിൽ, ഖുർആൻ പറഞ്ഞ യോഗ്യതയുള്ള വലിമാരിൽപ്പെട്ട ഒരാളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അദ്ദേഹത്തെ കേൾക്കാൻ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂട്ടാഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഞാനുള്ളതെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഈമാനോ, അദ്ദേഹത്തിൻ്റെ തഖ്വേ, അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസോ ഇബാദത്തോ ഒന്നും എനിക്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം എനിക്കും സ്വർഗത്ത് പോകാം, നിങ്ങൾക്കും പോകാം. തമ്മിലുള്ള ഡിഫറൻസ് വളരെ വളരെ വൈഡാണെങ്കിലും, വളരെ ദീർഘണ്ട് തമ്മിലുള്ള വ്യത്യാസം, എന്നാലും ഈ വ്യക്തിക്കൊപ്പം സ്വർഗത്ത് പോവാം. അങ്ങനെ തന്നെ. ഞാനൊരു ഹദീസ് കൂടി പറഞ്ഞുതരാം. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അൻസ്വാരിയാണ്, മദീനക്കാരനാണ്, സ്വഹാബി വര്യൻ സൗബാൻ റളിയല്ലാഹു അൻഹു. ഇത് റളിയല്ലാഹു അൻഹു എന്ന് വരാത്ത എന്താ? ഇത് കൊച്ചാപ്പാന്റെ പേരല്ല ഈ പറഞ്ഞത്, മുത്ത് റസൂലിന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബി വര്യന്റെ പേരാ പറഞ്ഞത്. മഹാനായ സൗബാൻ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു ക്ഷീണം, തടി അങ്ങനെ മെലിയ, തടി മെലിഞ്ഞ് ക്ഷീണിച്ച് നമ്മളങ്ങനെ കണ്ടാ പറയും, എന്തോടോ ഷുഗർ പിടിച്ചോ? അറിയാൻ പാടില്ല, അതാ പെട്ടെന്നൊന്ന് ലാബ് പോയി ടെസ്റ്റ് ചെയ്തേക്ക്, ഷുഗറിന്റെ ലക്ഷണമാണ് ഈ ക്ഷീണിക്കല് അല്ലേ. അന്നിപ്പോ അങ്ങനെ ഷുഗർ കണ്ടുപിടിക്കണ പണിയൊന്നുമില്ല. സൗബാൻ എന്ന സ്വഹാബി ദൈനംദിനം ക്ഷീണിക്കുകയാണ്, ക്ഷീണിച്ച്. എന്താണ് ഈ ക്ഷീണത്തിന്റെ കാരണം? കാന സൗബാൻ ശദീദൽ ഹുബ്ബി ലിറസൂലില്ലാഹ് വഖലീലസ് സ്വബ്രി അൻഹു, അല്ലാഹുവിന്റെ റസൂലിനോട് കടുത്ത സ്നേഹം, ശദീദുൽ ഹുബ്ബ് കഠിന സ്നേഹം, ഖലീലുസ് സ്വബ്ർ ഒട്ടും ക്ഷമല്ല റസൂലിന്റെ കാര്യത്തിൽ. എന്ന് വെച്ചാല് തങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റൂല, എത്ര തിരക്കിടെങ്കിലും പോയി കാണണം. അത്രയും തീവ്രമായ സ്നേഹം നബി തങ്ങളോട്. കാണാൻ പറ്റാത്ത ദിവസം ചോറ് തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, നബി തങ്ങളെ കാണാതെ ഉറക്കം വരാത്ത സ്വഹാബിയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കെ ഫഅതാഹു ദാത യൗം വഹുവ മഹ്സൂൻ വഖദ് തഗയ്യറ ലൗനുഹു വനഹല ജിസ്മുഹു
ഒരു ദിവസം തിരുസവിധത്തിൽ മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നില് സൗബാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. വഹുവ മഹ്സൂൻ, വല്ലാത്ത ദുഃഖിതനാണ്, മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട്. വഖദ് തഗയ്യറ ലൗനുഹു, മുഖത്തിന്റെ നിറം മാറിയിട്ടുണ്ട്. വനഹല ജിസ്മുഹു, തടി മെലിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്താ? എന്നും കാണുന്ന ആളാണ്, ദൈനംദിനം കീഴ്പോട്ടാക്കി ഒരു ദിവസം പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന അവസ്ഥയിൽ ക്ഷീണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ സൗബാൻ മാലി അറാക മഹ്സൂനാ വമാ ഗയ്യറ ലൗനക. എന്താ സൗബാനെ, മുഖത്ത് വല്ലാത്ത ദുഃഖമുണ്ടല്ലോ, എന്തപ്പത് ഇങ്ങനെ തടിയൊക്കെ ക്ഷീണിച്ചു പോയത് സൗബാനെ? മഹാനായ ആ സ്വഹാബി വര്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ നബി അല്ലാഹ്, അങ്ങ് വിചാരിക്കുന്നത് പോലെ മാബി മിൻ ലുരിൻ വലാ വജ്ഇൻ, എന്റെ ശരീരത്തിനൊരസുഖവുമില്ല, എന്നിട്ടെന്റെ ശരീരത്തിനൊരു വേദനയും ഇല്ല നബിയേ. പ്രത്യേകിച്ച് രോഗം കൊണ്ടോ വേദന കൊണ്ടോ ഒന്നുമല്ല, എന്റെ ശരീരം ക്ഷീണിച്ചതും എന്റെ മുഖത്ത് അങ്ങ് കാണുന്ന ദുഃഖവും. വലാകിൻ ശൈഇൻ ഫഖ്ശൈഉൻ ഫക്കർതു ഫീഹി, വലാകിൻ ശൈഉൻ ഫക്കർതു ഫീഹി, ഒരു വിഷയം, ആ വിഷയത്തിലുള്ള ചിന്തയാണ് എന്നെ വേട്ടയാടിയിരിക്കുന്നത്. തടിക്ക് കുഴപ്പമില്ല, തടി വേദനയില്ല. വലാകിൻ ശൈഉൻ ഫക്കർതു ഫീഹി, ഒരു കാര്യത്തിൽ എന്റെ ചിന്ത, ആ ചിന്ത എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക. ചിന്ത ഓവറായാൽ പെട്ടെന്ന് നിരക്കുന്നല്ലേ? ശരിയാണ്, സയൻസ് അത് പറയുന്നുണ്ട്, ഖുർആനും പറയുന്നുണ്ടത്, നബി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുടി, എൻ്റെ താടിരോമങ്ങൾ, തലമുടിയൊക്കെ നിര ബാധിക്കാൻ കാരണം ഹൂദ് സൂറത്തും അനുബന്ധ സൂറകളും. ശയ്യബത്തിനി ഹൂദുൻ വ അഖവാതുഹ എന്ന് നബി പറഞ്ഞത് കാണാം. ഹൂദ് സൂറത്ത്, അതിലൊരൊറ്റ പ്രയോഗമാണ് നബിയുടെ മുടി നരപ്പിച്ചത്, ഫസ്തഖിം കമാ ഉമിർത, പറഞ്ഞ പോലെ അവിടെ നിന്നോളണം, ഒരു ഇഞ്ച് മുന്നോട്ടോ പിന്നോട്ടോ ഇളകാൻ പാടില്ല. അല്ലാഹ് ആരോട്? അല്ലാഹുവിന്റെ ഹബീബിനോട്. ഫസ്തഖിം കമാ ഉമിർത, തങ്ങൾ കൽപ്പിച്ചപ്പെട്ടതുപോലെ അവിടെ നിന്നോളണം, അനങ്ങരുത്. ഈ ഒരു കൽപ്പന കേട്ടപ്പോത്തിന് പിന്നെ എന്താ ഈ മുടി നരക്കാൻ തുടങ്ങി. ആരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഈ ചിന്തയിൽ ഇങ്ങനെ ഇരുന്നിട്ട് തടിയൊക്കെ മെലിഞ്ഞു, മുടിയൊക്കെ നിരക്കാൻ തുടങ്ങി, വല്ലാത്ത വിഷമായി. ഒരു ചിന്തയാണ് നബിയെ, ഫിസിക്കലി മെന്റലി നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, ഒരു ചിന്തയാണ്. നബി തങ്ങൾ ചോദിച്ചു, വമാ ഹുവ, എന്ത് ചിന്തയെ സൗബാനെ, ഇങ്ങനെയൊക്കെ തടി ക്ഷീണിക്കാൻ മാത്രം എന്ത് ചിന്തയെ തങ്ങൾക്കുള്ളത്? അപ്പൊ സൗബാൻ എന്നവർ പറയാണ്, എന്റെ ചിന്ത, നഹ്നു നഗ്ദൂ അലൈക വനറൂഹു, നബിയെ ഞങ്ങൾ സ്വഹാബത്ത്, അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, അരുമ സഖാക്കൾ, രാവിലെയും വൈകുന്നേരവും തങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ വരാറുണ്ട്. വനൻദുറു ഇലാ വജ്ഹിക, അങ്ങയുടെ മനോഹരമായ വദനം ഞങ്ങൾ കാണാറുണ്ട്, നോക്കാറുണ്ട് തങ്ങളെ. വനുജാലിസു മഅക, അങ്ങയുടെ സദസ്സിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, സന്നിഹിതരാകാറുണ്ട്. അങ്ങയുടെ കൂടെ ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്, അങ്ങയുടെ ഓരം പറ്റി ഞങ്ങൾ ജീവിക്കാറുണ്ട്. ആ നറുമണം ഞങ്ങൾ ആസ്വദിക്കാറുണ്ട്, ആ മനോഹാരിത ഞങ്ങൾ കണ്ടാസ്വദിക്കാറുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത്. രാവിലെ വരും, വൈകുന്നേരം വരും, ഉച്ചക്ക് വേണമെങ്കിൽ വരും, അങ്ങയെ നോക്കും, അങ്ങയുടെ സഭയിലിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഞാൻ, ഞാൻ പരലോകം ഓർത്തു. ഇങ്ങനെയൊക്കെ അനുഭവവും സുഖവും ആനന്ദമുള്ള ഞാൻ പരലോകം ഓർത്തപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൗകര്യം പടച്ചോനെ പരലോകത്ത് കിട്ടൂലല്ലോ. ഇവിടെ രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ തങ്ങളെ മുഖം കാണണമെങ്കിൽ വന്നാ മതി. കൂടെ നിസ്കരിക്കുക, കൂടെ ഇരിക്കുക, കൂടെ ഭക്ഷണം കഴിക്കുക, ആവശ്യമുള്ള പറയാം, സങ്കടം പറയാം, ദുന്യാവിന്റെ കേസും പറയാം, ദീനിന്റെ വിഷയവും പറയാം. അങ്ങനെ ഒരു ആത്മീയ പിതാവായി സ്വന്തം തന്തയേക്കാൾ തള്ളയേക്കാൾ അല്ലേ, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ
മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. തള്ളെന്ന് ഒന്നുമല്ല, തങ്ങളാണ് വലുത്. ഇങ്ങനെ ഞങ്ങൾക്ക് സൗകര്യമുള്ള ഞാന് പരലോകം ഓർത്തപ്പോ തങ്ങളെ അവിടുന്ന് കാണൂലല്ലോ. കാരണം നമ്മളൊക്കെ മരിച്ചു പോകും. തങ്ങൾ സമയമാകുമ്പോ വഫാത്താവും, ഞാനും മരിക്കും. അങ്ങ് മരിച്ച അവിടെ യൗമുദ്ദീനിലെത്തിയാല് അമ്പിയാക്കളുടെ ഗ്രേഡിൽ തങ്ങളെ ഉയർത്തപ്പെടും. തങ്ങൾക്ക് അല്ലാഹ് അവിടെയാണ് സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ പാവപ്പെട്ട തങ്ങളുടെ അനുയായിയായ ഈ സൗബാൻ, അല്ലാഹു എനിക്ക് സ്വർഗം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കുന്തു ഫീ മൻസിലത്തിൻ അദ്നാ മിൻ മൻസിലതിക, എന്റെ സീറ്റ് അല്ലാഹ് റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, ഞാൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളാണെങ്കിൽ തന്നെ എന്റെ ആ സീറ്റ് അദ്നാ മിൻ മൻസിലതിക, തങ്ങളെ സീറ്റിന്റെ എത്ര താഴെയിരിക്കും, അത് എത്ര അടിയിലായിരിക്കും. ഇപ്പൊ ട്രെയിൻ കയറി എത്ര വകുപ്പുണ്ട്? സാധാ ലോക്കൽ ടിക്കറ്റ്, പിന്നെ സ്ലീപ്പർ ടിക്കറ്റ്, പിന്നെ സെക്കൻഡ് ക്ലാസ് AC, 3 ടയർ 2 ടയർ ഫസ്റ്റ് ക്ലാസ് AC. എത്ര ഐറ്റംസ് ആണ്? സാധാ കമ്പാർട്ട്മെന്റ്, ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയവന് AC-യിൽ കയറിയവനെ കാണാൻ കിട്ടുമോ? പോയാൽ TTR പിടിച്ചാൽ പുറത്താക്കും. ഇനി ഒന്നൊക്കെ ഒന്ന് കാണാൻ നിൽക്കാന്നല്ല, അവിടെ താമസിക്കാൻ പറ്റൂലല്ലോ. ഇതിപ്പോ ദുന്യാവിന്റെ ഒരു ഉദാഹരണം, സ്വർഗമായിട്ട് നമ്മൾ തുലനം ചെയ്യാൻ പാടില്ല. ഒരു വെറു ഉദാഹരണം പറഞ്ഞതാ. അങ്ങ് അമ്പിയാക്കളുടെ കൂടെ അത്യുന്നത സോപാനത്തിൽ സ്വർഗലോകത്ത് കഴിയുമ്പോ ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെ ലോ ക്ലാസ് സ്വർഗത്തിലല്ലേ, അതിനല്ലേ എനിക്ക് വകുപ്പുള്ളൂ. തങ്ങളെ ഞാൻ കാണൂലല്ലോ. എങ്ങാനും അല്ലാഹു എനിക്ക് നരകാണ് വിധിച്ചതെങ്കിൽ അഊദു ബില്ലാഹ്, അങ്ങനെയാണ് വിധിയെങ്കിൽ ഞാൻ ഒരിക്കലും തങ്ങളെ കാണൂലല്ലോ. ഇതോർത്ത് എന്റെ ഉറക്ക് നഷ്ടപ്പെടുകയാണ് റസൂലേ. എന്റെ ഊണിന് ടേസ്റ്റ് ഇല്ലാതെയായി പോയി തങ്ങളെ. ഇതാണ് എന്റെ സങ്കടം, ഇതാണ് എന്നെ ബാധിച്ച ചിന്ത, ഇതാണ് എന്റെ തടി ക്ഷീണിപ്പിച്ച പ്രശ്നം. ഫനസല റൂഹുൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം. ഈ സങ്കടം പറഞ്ഞപ്പോ നബി തങ്ങൾ പെട്ടെന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല. ആകാശത്തുനിന്ന് തീരുമാനം വരട്ടെ, അള്ളാന്റെ മെസ്സേജ് വരട്ടെ. ഇതിനൊക്കെ ഞാൻ എന്താ പറയാ? നബി തങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? സ്വന്തം ഇഷ്ടപ്രകാരം കാത്തിരുന്നു, വൈകിയില്ല. ആകാശലോകത്തിന്റെ രാജകുമാരൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഓതി കൊടുത്തു, وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَئِكَ رَفِيقًا. സൂറത്ത് നിസാ 69. എന്താ പറഞ്ഞത്? എന്താ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്ത്? വമൻ യുതിഇല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ഏതൊരുവൻ അനുസരിച്ചാലും, അത് വലിയ കുത്തുബുൽ അക്താബ് ആയിക്കോട്ടെ, പള്ളിക്കലെ മൂല്യനാകട്ടെ, ആലിമുൽ അല്ലാമ ആകട്ടെ, കർഷകനാകട്ടെ, വണ്ടിക്കച്ചവടക്കാരനാകട്ടെ, ആരാകട്ടെ, അല്ലാഹുവിനെ റസൂലിനെ വഴിപ്പെട്ടോ. എങ്ങനെ വഴിപ്പെടുക? ആവും വിധം. ഫത്തഖുല്ലാഹ മസ്തതഅതും, എല്ലാം കൂടി നിങ്ങൾ ചെയ്യണം എന്നുള്ള വാശിയൊന്നും അല്ലാഹ്ക്കില്ല. ഫത്തഖുല്ലാഹ മസ്തതഅതും, ആവും വിധം. അല്ലാഹുവിനെ ഏതൊരുവൻ വഴിപ്പെട്ടുവോ ഫഉലൈക, ആ വഴിപ്പെട്ടവരൊക്കെ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഉണ്ടാകും. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? മിനൻ നബിയീൻ, നബിമാര്, വസ്സുദ്ദീഖീൻ, സുദ്ദീഖീങ്ങൾ, വസ്സുഹദാഇ, രക്തസാക്ഷികൾ, വസ്സാലിഹീൻ, സജ്ജനങ്ങൾ. അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ട ഏത് ലോ ക്ലാസ് മെമ്പർ ആകട്ടെ, അവര് അല്ലാഹു അനുഗ്രഹിച്ച ഈ 4 ടീമിന്റെ കൂടെ സ്വർഗത്തിലുണ്ടാകും. അതിനെന്താ വേണ്ടത്? ഇപ്പൊ ഇവിടെ ഈ വിഷയം അവതരിക്കാൻ ഈ ആയത്ത് ഇറങ്ങാണ്ടായ കാരണം എന്താണ്? സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങളോടുള്ള സ്നേഹം, ആ ഇഷ്ടം. വഹസുന ഉലൈക റഫീഖ. ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാണ്, എത്ര നല്ല കൂട്ടാണ് ആ കൂട്ട്. ഏത് കൂട്ട്?
ഏത് കൂട്ട്? സ്വർഗത്തിൽ കിട്ടുന്ന കൂട്ട് ചുമ്മാ കിട്ടൂല, ഇവിടെ കൂടണം. ഇവിടെ ഇപ്പൊ നബിയുടെ കൂടെ കൂടാൻ ഒരു നബിയും ജീവിച്ചിരിപ്പില്ല. ബാക്കി 3 ജീവിച്ചിരിപ്പുണ്ട്. ശുഹദാക്കളുണ്ടോ? ഉണ്ട്. വിരിപ്പിൽ കിടന്ന് മരിക്കുന്ന കുറെ ശുഹദാക്കളുണ്ട്. അവരുടെ ചില ലക്ഷണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ശുഹദാക്കൾ തന്നെയാണ്. ആണ് ഈ 3 അല്ലേ? സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്, ഇവരെ കൂട്ട്. ഈ കൂട്ട് നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ യൗമുദ്ദീൻ എന്ന ദിവസത്തിൽ അവരെ കൂടെയാക്കുമെന്ന് വിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്, അല്ലാതെ ആരുമല്ല. അല്ലാഹുവാണ് പറയുന്നത്. മാലിക് യൗമിദ്ദീനായ റബ്ബ് ആ ദിവസത്തിൽ ഒരക്രമവും കാണിക്കില്ല എന്ന് മാത്രമല്ല, അടിമകളോട് റഹ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഓഫർ അങ്ങോട്ട് കൊടുക്കുകയാണ്. എത്ര ഓഫറാണ് നമുക്ക് അല്ലാഹ് തരുന്നത്? ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു നന്മ ഇതാ മിനിമം 10 കൂലിയാണ്. ഇലാ 700 ളിഫിൻ, അത് കൂടിയ 700 ഇരട്ടി വരെ പോകും. ഒരൊറ്റ നന്മ ചെയ്താൽ മിനിമം 10 കൂലിയാണ്. കൂടിയാൽ ആ നന്മയുടെ തീവ്രതക്കും വീര്യത്തിനും ആ നന്മ പ്രകടമാകാനുണ്ടായ നിയ്യത്തിന്റെയും തോതനുസരിച്ച് 700 ഇരട്ടി വരെ പോകും. എന്നാൽ വസയ്യിഅതു ബിമിസ്ലിഹാ, ഒരു തിന്മ ചെയ്താൽ അതേ ഉള്ളൂ. ഒരു തിന്മ ചെയ്താൽ ഒരു കുറ്റേ ഉള്ളൂ, ഒറ്റ കുറ്റം. ആ ഒരു കുറ്റം തന്നെ മാലിക് യൗമിദ്ദീൻ അന്ത്യനാളിൽ കർമ്മ പുസ്തകത്തിൽ നിലനിർത്തണമെന്ന് ഉറപ്പൊന്നുമില്ല, അങ്ങനെ നിർബന്ധമൊന്നും അല്ലാഹ്ക്കില്ല. ഇല്ലാ അൻ യതജാവസ അല്ലാഹു അൻഹാ, ആ ഒരു ചെയ്ത കുറ്റം അല്ലാഹു മാപ്പ് നൽകിയാൽ, വിട്ടുവീഴ്ച നൽകിയാൽ അതവിടെ കാണൂല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര വലിയ ഓഫറാണ്! നല്ല നിയ്യത്തിന് തന്നെ കൂലിയല്ലേ? ഒരു നല്ല കാര്യം ചെയ്യാൻ നിയ്യത്ത് വെച്ചു, സാഹചര്യങ്ങൾ പ്രതികൂലമായതിനാൽ ആ നല്ല കാര്യം ചെയ്തില്ല, കൂലി ഉറപ്പാണ്. ഒരു ഹറാമ് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു 2 അടിക്കാൻ തീരുമാനിച്ചു, കെട്ടികളും കുട്ടികളൊക്കെ അവക്കടെ വീട്ടിൽ പോയതാ, വീട് ഫ്രീയാ. ആ ഫ്രണ്ടിന് ഫോൺ ചെയ്തോ, ഒന്ന് വരുമോ, ഒരു കുപ്പിയും കൊണ്ട് വരുമോ? പ്ലാൻ ഇട്ടു. വരുന്ന വഴിക്ക് അവനെന്തോ തടസ്സം വന്ന് അവൻ എത്തിയില്ല, ആ പരിപാടി നടന്നില്ല, എന്നാ കുറ്റല്ല. ഒരാളെ സഹായിക്കാൻ വിചാരിച്ചു, സ്വതക്ക ചെയ്യാന് സഹായിക്കേണ്ട സമയത്തിയപ്പോൾ കാശില്ലാണ്ടായി, ആ നിയ്യത്തിന് കൂലിയാണ്. ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, തെറ്റ് ചെയ്തില്ല, ആ തീരുമാനത്തിന്, തെറ്റിന്റെ നിയ്യത്തിന് കുറ്റല്ല. അള്ളാഹു നമുക്ക് ചെയ്തെന്ന നിഅമത്തിന് വല്ല കണക്കുണ്ടോ? നമ്മളെ കർമ്മരേഖയിൽ മാലിക് യൗമുദ്ദീൻ എന്ന ആ ദിവസത്തിൽ, വിചാരണ ദിവസത്തിൽ മാലിക്കായ റബ്ബ് എന്തൊക്കെ രേഖപ്പെടുത്തും? സൂറത്ത് യാസീനിൽ കാണാം, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എന്താണ് പറഞ്ഞത്? വയസ്സ് 65 മരിച്ചോടത്തൊക്കെ ഓതലുണ്ട്, വീട് കയറി താമസത്തിനും ഓതലുണ്ട്, കല്യാണത്തിന്റെ തലേന്ന് ഓതലുണ്ട്, ചുമ്മാ ഓതലുണ്ട്, കള്ളേരടുത്ത് വയറുവേദന ഉണ്ടെങ്കിലും ഓതലുണ്ട്. എന്താണ് ഈ പറഞ്ഞത്? ഇങ്ങനെ നമ്മളാകാൻ പറ്റുമോ? യാസീനൊക്കെ നമ്മൾ എപ്പോഴും ഓതുന്ന എന്താണ് ആ പറയുന്നതെന്നൊന്ന് പഠിക്കണ്ടേ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുക ചെയ്യും. മാലിക് യൗമിദ്ദീനായ അല്ലാഹ് പറയാൻ, മരിച്ചോലെ ഞാൻ ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമൂ, അവർ മുമ്പ് ചെയ്തതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചെയ്തത് മാത്രല്ല, വആസാറഹും, ആ ചെയ്തതിന്റെ അനന്തര ഫലവും അവരുടെ കർമ്മ പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചു. അവർ ചെയ്ത അമല് മാത്രല്ല, ഞാനും നിങ്ങളും ചെയ്ത പ്രവൃത്തി മാത്രല്ല നമ്മുടെ കർമ്മ പുസ്തകത്തിൽ എഴുതുക. സൂറത്ത് യാസീനിൽ പറയാണ്, മാ ഖദ്ദമു, അവർ മുൻ ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. പ്ലസ് വആസാറഹും, ആ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങൾ. എന്താ സാധനം? എന്താ സാധനം? ഞാൻ നിങ്ങളോട് ഇവിടെ വെച്ച് ഒരു നല്ല കാര്യം പറഞ്ഞു, ആ പറയല് മാ ഖദ്ദമു, ഞാൻ ചെയ്തതാണ്. നിങ്ങളത് പിറകെ പല കാലങ്ങളിലായി ആ പഠിച്ചതനുസരിച്ച് അമല് ചെയ്താൽ അത് എൻ്റെ കർമ്മങ്ങളുടെ ആസാറാണ്, അനന്തരഫലാണ്. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂലി, തത്തുല്യമായ കൂലി എനിക്ക്. ഞാൻ ആ പറഞ്ഞു തന്ന നല്ല കാര്യം നിങ്ങൾ 2 ആളോട് പറഞ്ഞു, ആ 2 ആളത് കേട്ടു പഠിച്ചു, അമല് ചെയ്തു,
അതിന്റെ കൂലി എനിക്കും നിങ്ങൾക്കും. ആ 2 ആള് 10 ആളോട് പറഞ്ഞു, ആ 10 ആള് 100 ആളോട് പറഞ്ഞു. ഞാൻ മരിച്ചു പോയിട്ട് ആയിരക്കണക്കിന് ആളുകൾ ആ ഒരു എൽമിലൂടെ പോകുമ്പോൾ എൻ്റെ കബർക്ക് ഇങ്ങനെ വരികയാണ് ഈ ആസാറ്. വിചാരണ നാളിൽ അന്നത്തെ മാലിക്ക് നമ്മുടെ കർമ്മങ്ങൾ മാത്രമല്ല അന്ന് വിചാരണക്കെടുക്കുക, ആസാറവും ആ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങൾ, ബാക്കി ഭാഗങ്ങൾ, ബാക്കി പത്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അതൊക്കെയും ഈ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. നന്മയാണെങ്കിൽ നന്മ, ഒരു വിഷവിത്തിട്ടതാണെങ്കിൽ ആ വിഷവിത്ത്, ഒരു നന്മ ഒരാൾ മറ്റൊരാൾക്ക് പകർന്നാൽ ആ പകർന്നതിന് പ്രതിഫലം, ആ പകർന്ന് കിട്ടിയ വ്യക്തി അതനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ അവൻ ചെയ്തതിന് തത്തുല്യമായ പ്രതിഫലം ഈ നന്മ പഠിപ്പിച്ച് അറിയിച്ചു കൊടുത്ത വ്യക്തിക്ക്. അങ്ങനെ തന്നെ ഹദീസ് തന്നെ ഉണ്ട്. അത് ഏത് രംഗത്തും ഒരാളൊരു തൈക്കാവ് പണിതു, ഒരു കൊച്ചു നിസ്കാരപ്പള്ളി, അങ്ങനെ ആ നിസ്കാരപ്പള്ളിയിൽ ആളുകൾ നിസ്കരിക്കാൻ വരും. ഇത് പണിത ആൾ മരിച്ചുപോയി. പിന്നെ ജനബാഹുല്യം കാരണം ആ നിസ്കാരപ്പള്ളി ഒന്ന് വികസിപ്പിച്ചു. ഒരു 19 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് ജുമാ മസ്ജിദാക്കി മാറ്റി. ഈ ജുമാ മസ്ജിദിൽ നിസ്കരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലം, ഓരോ മുസല്ലിയുടെയും പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം ഈ തൈക്കാവ് പണിതാക്കുണ്ടാവും. അയാൾ ജുമാഅത്ത് പള്ളിയൊന്നും പണിതിട്ടില്ല, കാരണം അതിന് വിത്തിട്ട ആളാണ് അദ്ദേഹം. അതാണ് ആസാറ്. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. കണ്ടോ? അപ്പൊ മാലിക് യൗമിദ്ദീൻ കേൾക്കുമ്പോ ബേജാറാകണ്ട. അല്ലാഹുവേ, നീ റഹ്മാനാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു, റഹീമാണെന്ന് പഠിപ്പിച്ചു, റബ്ബുൽ ആലമീനാണെന്ന് പഠിപ്പിച്ചു. പെട്ടെന്ന് നിന്റെ മുഖത്തെ ക്രൗര്യവും ക്രൂരതയും നീ ഞങ്ങൾക്ക് നേരെ പ്രദർശിപ്പിക്കുകയാണോ? അതാണോ മാലിക് യൗമിദ്ദീൻ? അല്ല. ഈ ഗുണങ്ങളുള്ള നാഥൻ അന്ത്യനാളിൽ വിചാരണ ചെയ്യുന്നത് ഈ ഗുണത്തോടെയാകുന്നു, ഈ ഗുണത്തിന്റെ പിൻബലത്തിലാകുന്നു, കാരുണ്യത്തിന്റെ സപ്പോർട്ടിൽ തന്നെയാകുന്നു, ആ തണലിൽ തന്നെയാകുന്നു അള്ളാഹുവിന്റെ അധികാരം അവൻ പ്രയോഗവൽക്കരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുമ്പോൾ അതിലൊരു ഗാംഭീര്യമുണ്ട്. അള്ളാന്റെ അളമത്ത്, ജലാലിയത്ത്, കിബ്രിയാ, അവന്റെ മഹത്വം, ഏകത്വവും, അവന്റെ ആ അധികാരവും ആധിപത്യം ഒക്കെ കാണുന്ന കൂട്ടത്തില് അർ-റഹ്മാനിർ റഹീം എന്ന് 2ാമത്തെ തവണ ആവർത്തിച്ചിട്ടാണ് ഈ മാലിക് യൗമിദ്ദീൻ പറഞ്ഞു തന്നത് എന്ന് നമ്മൾ മറക്കരുത്. അള്ളാഹു അവനെ അറിയേണ്ട വിധം അറിയാനും അനുസരിക്കേണ്ട വിധം അനുസരിക്കാനും നമ്മയൊക്കെ പ്രാപ്തരാക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.